വത്സല ചെറുവത്തേരി ചൊവ്വൂര്. എനിക്ക് ഒറിജിനൽ മുസ്ലിംസ് ആവണം. അതിന് ഇപ്പൊ സുന്നികള് ജമാഅത്ത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഒറിജിനൽ ഏതാണ് മുസ്ലിംസ്? അതാണ് എനിക്ക് കൂടുതൽ അറിയേണ്ടത്. ബഹുമാന്യയായ സഹോദരിയുടെ ചോദ്യം നിങ്ങളെ ചിരിപ്പിച്ചുവെങ്കിലും എന്നെ ഏറെ കരയിപ്പിക്കും. അറിയാൻ പറ്റില്ല, വയ്യാത്തതാണ്. എനിക്കും എന്റെ മോനും മുസ്ലിംസ് ആവണമെന്ന് ഉണ്ട്. അത് ആഗ്രഹമുണ്ട്. അത് ഏത് വഴിയാണ് ഞങ്ങൾക്ക് കാട്ടിത്തരേണ്ടത്? അത് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കാട്ടിത്തരണം. സഹോദരിയുടെ ചോദ്യം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും മുസ്ലിം ആവുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. എന്നാൽ എന്താണ് ആവേണ്ടത്? എന്തുമല്ല ആകേണ്ടത്, മുസ്ലിമാണ് ആകേണ്ടത് എന്നാണ് അതിന്റെ ഉത്തരം. ഒരാള് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആരായിരുന്നാലും, ഞാനായിരുന്നാലും ആരായിരുന്നാലും, പടച്ചതമ്പുരാന്റെ അടുത്തുനിന്ന് പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളാകുന്നതെങ്കിൽ, പടച്ചതമ്പുരാന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇസ്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടത് എങ്കിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ സന്നദ്ധമാവുക. പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും എങ്ങനെയാണോ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രഥമ സംബോധിതർ അഥവാ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ഇസ്ലാം മനസ്സിലാക്കിയ ആളുകൾ അവർ എങ്ങനെ മനസ്സിലാക്കിയോ അതേ രൂപത്തിൽ മനസ്സിലാക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. അതിന് നമ്മൾ സന്നദ്ധമാണെങ്കിൽ, അതിന് നമ്മൾ മനസ്സ് സന്നദ്ധമാണെങ്കിൽ, നമ്മൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാർഗത്തിൽ നമ്മൾ എത്തിച്ചേരും. ഏതെങ്കിലും പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മോക്ഷം ലഭിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ സ്വാഭാവികമായും ഇങ്ങനെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫു സാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിൽ ചെന്നപ്പെടും. അത് സ്വാഭാവികതയാണ്. അത് സ്വാഭാവികതയാണ്. നമ്മൾ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നന്മതിന്മകൾ തീരുമാനിക്കല്ല. നമ്മൾ ആരായിരുന്നാലും, മുസ്ലിമായി ജനിച്ച മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച ആളുകളായിരുന്നാലും, ഇവിടെ മുസ്ലിമായി ജനിച്ച എന്നതിന്റെ പദപ്രയോഗം ഞാൻ മാറ്റി തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഏർപ്പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിമായി ജനിക്കുക, ഹിന്ദുവായി ജനിക്കുക, ക്രിസ്ത്യനായി ജനിക്കുക എന്ന് ഇസ്ലാമികമായ വീക്ഷണത്തിലില്ല. എല്ലാവരും ശുദ്ധരായി ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ജനിക്കുന്നത് എന്നും പിന്നീട് അവരെ വഴികേടിലേക്ക് നയിക്കുന്നത് സാഹചര്യങ്ങളും മാതാപിതാക്കളുമെല്ലാമാണ് എന്നുമാണ് ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ശുദ്ധ പ്രകൃതിയോടുകൂടി ജനിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ സ്വാഭാവികമായും എത്തിച്ചേരുന്ന പല മത ദർശനങ്ങളും തത്വശാസ്ത്രങ്ങളും ഉണ്ട്. അയാൾ ചിന്തിച്ച് മനസ്സിലാക്കി പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് മോക്ഷത്തിന്റെ മാർഗമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും എങ്ങനെയാണോ സലഫു സാലിഹുകൾ, അതുകൂടി വിശദീകരിക്കട്ടെ, പ്രവാചകനിൽ നിന്ന് നേരിട്ട് മതം മനസ്സിലാക്കിയ ആളുകൾ, സഹാബത്ത് എന്ന് പറയും, പ്രവാചകന്റെ അനുചരന്മാർ എങ്ങനെയാണോ അനുഷ്ഠിച്ചത്, എങ്ങനെയാണോ മനസ്സിലാക്കിയത്, എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്തത്, എങ്ങനെയാണോ വിശ്വസിച്ചത്, അതേ രൂപത്തിൽ വിശ്വസിച്ച് അനുഷ്ഠിച്ച് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും അവരെ കുറിച്ച് പടച്ചോൻ പറഞ്ഞത് എന്താണ്? റളിയല്ലാഹു അൻഹും വറദു അൻഹു. അവരിൽ അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു, അള്ളാഹുവിൽ അവരും സംതൃപ്തരായിരിക്കുന്നു. അഥവാ പരസ്പരം പടച്ചതമ്പുരാന്റെ തൃപ്തിക്ക് വിധേയമായ ആളുകൾ, അതേപോലെ പടച്ചതമ്പുരാനെ സമ്പൂർണമായും തൃപ്തിപ്പെട്ട ആളുകൾ, അവർ എങ്ങനെ അനുഷ്ഠിച്ചുവോ ആ രൂപത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും നമ്മൾ ചിലപ്പോൾ ചില ആൾക്കൂട്ടങ്ങളിൽ എത്തിച്ചേരും. അത് സംഘടനയിലുള്ള മെമ്പർഷിപ്പ് അല്ല, മറിച്ച് ഈ രൂപത്തിൽ അനുഷ്ഠിക്കുന്നവരുടെ ആൾക്കൂട്ടം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ സൂചിപ്പിക്കുന്നത് ആരായിരുന്നാലും ബാധകമാണിത്. ഇപ്പൊ പലപ്പോഴും പാർട്ടി മെമ്പർഷിപ്പിനെ പോലെ മതസംഘടനകളും മെമ്പർഷിപ്പിന് വേണ്ടി ആളെ കൂട്ടുവാൻ വേണ്ടി മത്സരിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഇസ്ലാമികമായ വീക്ഷണത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ സ്വർഗത്തിൽ പോകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തിടത്തോളം കാലം നമുക്ക് പറയാൻ നിർവാഹമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചില ഈ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫു സാലിഹുകളുടെ സഹാബിമാരുടെ എങ്ങനെ മനസ്സിലാക്കി ആ രൂപത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മൾ ഈ അതേ പോലെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്തിച്ചേരും.
അത് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ചോദിക്കാനുണ്ട്. ആളുകൾ സ്വാഭാവികമായിട്ടും പല പാർട്ടിയുടെയും വക്താക്കൾ എന്ന് പറയുന്നവർ അവരുടേതായ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചോദിക്കുക, എവിടെ ഖുർആനിലെ ഈ ആശയം, എവിടെ പ്രവാചക ചര്യയിൽ? ആ പ്രവാചക ചര്യ മനസ്സിലാക്കിയ സലഫുസ് സാലിഹുകൾ ഈ കർമ്മം എവിടെ അനുഷ്ഠിച്ചു? ചോദിക്കുക. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ കർമ്മത്തിന്റെ കൂടെ നമ്മളില്ല. കാരണം സ്വർഗത്തിലേക്ക് പോകേണ്ട കർമ്മങ്ങൾ മുഴുവനും, വിശ്വാസങ്ങൾ മുഴുവനും, ആചാരങ്ങൾ മുഴുവനും, സ്വഭാവങ്ങൾ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അദ്ദേഹത്തിൽ നിന്ന് സഹാബത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അനുഷ്ഠിച്ചു. അതുകൊണ്ട് സഹോദരിയോട് പറയാനുള്ളത്, ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങിപ്പോവുക. ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും ആശയം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. അവിടെ സംഘടന എന്നുള്ളതിനേക്കാൾ അധികം ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ പരിശ്രമിക്കുക. അതാണ് മോക്ഷത്തിന്റെ മാർഗം എന്നുള്ളത്.